പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുദിനം നടത്തുന്ന വഴികൾക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് വാല്യുബിൾ ടൈം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് കർത്താവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. സോ കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ ഉറപ്പോട് പറയാം, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ചില ആവശ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴും ചില ശൂന്യതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ കരുതുന്ന ഒരു കർത്താവുണ്ട്. തന്റെ വാക്കിൽ ഒരിക്കലും താൻ പുറകോട്ട് മാറത്തില്ല. ഒരിക്കൽ വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഫോർ വൺസ് ആൻഡ് ഓൾ. എന്നേക്കുമായിട്ടാണ് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ ഒന്നിനും കുറവില്ല. ആ കർത്താവിന്റെ സന്നിധിയിൽ ടാപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി they will lack nothing in their life. കർത്താവിന്റെ ശബ്ദം കേട്ട് നടക്കുന്നവർ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ദ കീ ഈസ് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തെ അനുസരിച്ച് ചൊല്ലിയൊക്കെ ഇതെങ്ങനെ മുഴുവനായിട്ടും വിശ്വസിക്കണം, മുഴുവനായിട്ടും എടുക്കണം. ദൈവവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തങ്കൂറോർ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് തെങ്ങ കയറിയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തെങ്ങയിലും കയറിയിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ പലപ്പോഴും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യവും കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് ഐ ക്യാൻ ഡു. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? എനിക്ക് ഒരാളുണ്ട് എന്നെ സഹായിക്കാൻ, ഒരു സഹായകനുണ്ട്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ചെയ്യാനാണ് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും ദാനമായി തന്നത്. ലെറ്റ് us humble under his mighty hand. ആ കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ നമ്മളൊന്ന് താന്ന് ഒന്നിരുന്നാൽ മതി. സഹായകനായ പരിശുദ്ധാത്മാവ് ബലഹീനതകളിൽ തുണ നിൽക്കാൻ തുടങ്ങും. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ തുടങ്ങും. എന്നെ കൊണ്ട് അസാധ്യമായ മേഖലകൾ കർത്താവ് എനിക്ക് വേണ്ടി തുറന്ന് തരും. ഒന്നിനും, ഞാൻ ദൈവമക്കളോട് പറയാം, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. യു വിൽ ലാക്ക് നത്തിങ്. കർത്താവിന്റെ ശബ്ദം കേട്ട് നടക്കുന്ന, വി ആർ ഒബീഡിയന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ നോക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് കൂടെയുണ്ട്. അവനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, എല്ലാ നാളും കൂടെ ഇരിക്കാവെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആര് കൂടെ ഇരുന്നില്ലേലും, മനുഷ്യർ തള്ളിക്കളഞ്ഞാലും കർത്താവ് കൂടെയുണ്ട്. ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, സാഹചര്യങ്ങളിൽ കർത്താവ് വിടുവിക്കാൻ മതിയായവനാണ്. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാക്കാൻ കർത്താവ് മതിയായവനാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ വചനം അത് വിശ്വസിച്ച്, അത് ഉറപ്പിച്ച്, അതിൽ തന്നെ ആയിരുന്നു. കർത്താവെ, ഇതിൻ്റെ അകത്ത് എനിക്ക് സൗഖ്യമുണ്ട്, എന്നാലും വേദനയായിരിക്കും, പക്ഷെ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ അത്ഭുതം നടക്കും. കർത്താവ് കൂടെ ഇരിക്കുക. എല്ലാ നാളും കൂടെ ഇരിക്കാവുന്ന വാക്കു പറഞ്ഞ കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. വെറും വാക്ക് പറഞ്ഞതല്ല. He is real. He is there for you. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും എന്റെ കർത്താവ് മത്തായി സുവിശേഷം 28 അവസാന വാക്ക് നോക്ക്. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ അവസാന വാക്കുകളിൽ ഒന്നാണ്, ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് ചെന്ന് പ്രൈസ് കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്, ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക, ആ സ്നാനപ്പെട്ടവരെ എന്ത് ചെയ്യുക, ഡിസൈപ്പിൾ ദം, അവരെ ശിഷ്യപ്പെടുത്താൻ കർത്താവ് പറയുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഐ വിൽ ബി ദർ വിത്ത് യു ടു ദ എൻഡ് ഓഫ് ദ ഏജസ്. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ കൂടെ ഇരിക്കും എന്നുള്ള ഇതിന്റെ ധൈര്യമാണ് നമ്മൾ ഈ ദൈവവചനം അതിന്റെ 1ാമത്തെ പേജ് മുതൽ വായിക്കുമ്പോൾ നോക്ക്, കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് കർത്താവ് നിവർത്തിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ദൈവവചനത്തിൽ നോക്ക്, അതിന് നമ്മൾ ഏറ്റവും കണ്ട് പഠിക്കേണ്ടത് ദൈവം ഇസ്രായേൽ ജനത്തെ കർത്താവ് നടത്തുന്നതാണ്. അവരുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, അവര് ഈജിപ്തിൽ ആയിരുന്നു. ഇസ്രായേൽ ജനം തന്റെ സ്വന്തം
ദേശം വിട്ട് അടിമത്തത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടായി, വലിയ കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. ഒരു അടിമവേല അവര് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ നമ്മൾ കാണുകയാണ് അവിടുന്ന് കർത്താവ് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, 400 സംവത്സരം അവര് ഈജിപ്തിൽ അടിമയായിരിക്കും, അതിനുശേഷം ഞാൻ അവരെ വലിയ സമ്പത്തോടെ പുറപ്പെടുവിച്ച് കൊണ്ടുവരും. ആ ഇസ്രായേൽ ജനത്തെ 25 ലക്ഷം, 1-2 പേരെയല്ല, 25 ലക്ഷത്തോളം പേരെ കർത്താവ് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അവരെ നടത്തുന്നത് നമ്മൾ കാണുകയാണ്. കർത്താവ് പറഞ്ഞ ആ വാക്ക് അവരുടെ മരുഭൂമിയിൽ ചെങ്കടലിന്റെ മുമ്പിൽ അവരുടെ എല്ലാ പ്രതിസന്ധികളുടെ അകത്തും കർത്താവ് കൂടെ ഇരിക്കുന്നത് കാണുകയാണ്. ആ കർത്താവ് ഹീസ് അവർ ഫാദർ, എന്റെയും നിങ്ങളുടെയും പിതാവാണ്. എനിക്ക് അങ്ങോട്ട് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പം തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമുക്ക് ഒരു ഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു, ശ്രദ്ധിക്കാം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. നോക്ക്, ആ ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ അവര് വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ന് പ്രഭാതത്തിലും എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ ഒരു കാര്യം പറയാം, ആ പ്രതിസന്ധിക്കകത്ത് എന്റെ കർത്താവിന് പോക്ക് വഴിയുണ്ട്. നോക്ക്, ആ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ അവര് എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി, മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. പ്രീസ്, നിങ്ങൾ എന്നെ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണോ? ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? എല്ലാവരും നോക്ക്, മുമ്പോട്ട് പോകാൻ മാർഗമില്ല. മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രതിസന്ധിക്കകത്ത് കർത്താവ് അത്ഭുതകരമായ വഴി തുറക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒന്ന്, ആ ചെങ്കടൽ, 2 അത്ഭുതങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, കർത്താവ് ചെങ്കടലിനെ പിളർന്നു. പ്രൈസ്, നോക്ക്, ആ കടൽ 2ആയി മാറുകയാണ്. വലിയ മതിൽ പോലെ കടൽ നിൽക്കുകയാണ്. അതിന്റെ മധ്യത്തിലൂടെ 2ാമത്തെ അത്ഭുതം, അവർ ഉണങ്ങിയ നിലത്തൂടെ അവര് കടന്നുപോയി. നമുക്ക് ഇപ്പൊ ഒരു മഴക്കാലമാണല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഴക്കാലമാണ്. നമ്മൾ എവിടെ ഇറങ്ങിയാലും ഒരു മഴ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പം ഏത് സ്ഥലത്ത് ചവിട്ടിയാലും ഈ ചെളിവെള്ളമാണ്, അല്ലേ? ഇന്നലെ വൈകിട്ട് ഞാനൊരു ഹോസ്പിറ്റൽ വിസിറ്റിന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ വാതൊക്കെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മഴ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ചെളിയാണ്. അപ്പോൾ മാറ്റി ഒരു സ്ഥലത്തോട്ട് നിർത്തി. അപ്പം ഒരു വെള്ളം കിടന്ന ഒരു സ്ഥലത്ത് എന്തുണ്ട്? ചെളിയുണ്ട്. എന്നാൽ ആ ചെങ്കടല് 2ആയി പിളർന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവരെ ഉണങ്ങിയ നിലത്തൂടെ കർത്താവ് നടത്തി. നോക്കിയേ, കർത്താവിന് എന്നെ അസാധ്യം? ഹി ക്യാൻ ഡ്രൈ ഇറ്റ്, അല്ലേ? കർത്താവിന് കർത്താവ് ഹീറ്റിംഗ് വെച്ചോ? കർത്താവ് എന്നാ അവിടെ ചെയ്തത്? കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ കർത്താവിന് അത് അസാധ്യമല്ല. പോസിബിൾ ഫോർ ഗോഡ്. ഒന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവന്റെ ശക്തി വ്യാപരിക്കും. അവിടെ നോക്ക്, അവർ വലിയൊരു അത്ഭുതം അവർ കാണുകയാണ്. അവർ മുമ്പോട്ട് പോകാൻ അവരുടെ മുമ്പിൽ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്ന ചെങ്കടൽ 2ആകുന്നു. 1, 2, അവര് ഉണങ്ങിയ നിലത്തൂടെ അവര് ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ക്രോസിംഗ് ഓവർ വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ സ്റ്റക്കായി നിൽക്കുന്ന ചില മേഖലകൾ, ആ മേഖലകൾക്കകത്ത് എന്റെ കർത്താവ് ഒരു വഴി തുറക്കുന്നത് കാണുകയാണ്. അത് വെറും ഒരു വഴിയല്ല, ഉണങ്ങിയ നിലത്തൂടെ നോക്ക്, ഇസ്രായേൽ ജനം എങ്ങനെ അക്കരയ്ക്ക് കടന്നോ അതുപോലെ അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ടഫ്നെസ്സും ഉണ്ടായിരിക്കത്തില്ല. വെൻ ഗോഡ് ഓപ്പൺസ് എ ഡോർ, ദൈവവചനം പറയാണ്, അവനൊരു വഴി തുറന്നാൽ അത് ആരും അടയ്ക്കത്തില്ല. വെൻ ഗോഡ് ഓപ്പൺസ് എ ഡോർ, അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഹിൻഡ്രൻസും കാണത്തില്ല, തടസ്സങ്ങൾ അവിടെ ഇല്ല. നോക്ക്, അവര് അത്ഭുതകരമായിട്ടാണ് അക്കരയ്ക്ക് പോയത്. അതുപോലെ ഒരു ക്രോസിംഗ് ഓവർ ആരുടെയോ ജീവിതത്തിൽ വരികയാണ്. ചില പ്രതിസന്ധികൾക്കകത്ത് കിടക്കുന്ന, ഇനി വഴിയുണ്ടോ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പ്രഭാതത്തിൽ പ്രവചനമായിട്ട്, ഒരു ദൂതായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ക്രോസിംഗ് ഓവർ വരികയാണ്. നിങ്ങളൊരു ഡ്രൈ ലാൻഡ്, നിങ്ങൾ ഉണങ്ങിയ ചെളി നിറഞ്ഞ സ്ഥലമാണെങ്കിൽ അതിനെ ഒരു നിമിഷം കൊണ്ട്, കണ്ണിമയ്ക്കും നേരം കൊണ്ട്, അവര് അവിടെ പിന്നെ 1 മാസം വെയിറ്റ് ചെയ്തിട്ടല്ല അക്കരെ കടന്നത്. ചെങ്കടൽ പിടർന്നു, അവർ അക്കരെ
കടന്നു. അവർ കണ്ടത് അവർ ഉണങ്ങിയ നിലത്തൂടെ ദി ക്രോസ്ഡ് ഓവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ക്രോസിംഗ് ഓവർ വരികയാണ്. ഇവിടെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് അവർ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ആദ്യം അവർ നേരിട്ടത് ദൈവർ ഫേസിങ് എ വാട്ടർ ഇഷ്യൂ. രണ്ടാമത് അവരൊരു വാട്ടർ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന, ഒരു സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്ന കാണുക. ദൈവമക്കളോട് ഞാൻ ഇന്ന് എനിക്ക് പ്രഭാതത്തിൽ പറയാനുള്ള കാര്യം, പ്ലീസ് നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു വിഷയത്തിലൂടെ കടന്ന് പോകുന്നെങ്കിൽ നിങ്ങളെ മുമ്പ് നടത്തിയ കർത്താവ്, ആ ചെങ്കടൽ ഇസ്രായേൽ ജനം മറന്നു കേട്ടോ. ആ ചെങ്കടലിന് മുമ്പിൽ നടത്തിയ ആ കർത്താവിനെ, ഉണങ്ങിയ നിലത്തൂടെ നടത്തിയ കർത്താവിനെ അവര് മറന്നു. അധികം കാലം കൊണ്ടല്ല അവര് മറന്നത്, 3 ദിവസം കൊണ്ട്, വെറും 3 ദിവസം കൊണ്ട് അവർ മറന്നു. അവർ 3 ദിവസം കൊണ്ട് മറന്ന് അടുത്ത ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവര് വീണ്ടും പൊറുപൊറുക്കാൻ തുടങ്ങി. അടുത്തൊരു പ്രതിസന്ധി, അവർക്ക് വെള്ളമില്ല. 3 ദിവസമായിട്ട് ഒരു വെള്ളം തരണം ചെയ്താ അവർ വന്നത്. അടുത്ത 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തില്ല, അവർക്ക് വെള്ളമില്ല. എഗെയിൻ ദേ വർ ഫേസിങ് എ വാട്ടർ ഇഷ്യൂ. ഒന്ന്, ഈ വെള്ളത്തിന് എന്നായിരുന്നു പരിഹാരം എന്നുള്ള, ഇപ്പോഴും ഈ വെള്ളം എങ്ങനെ കുടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവര് ദേ വർ ഫേസിങ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിക്കാം പക്ഷേ ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ച് അതിന്റെ 23 മുതൽ വായിച്ചാൽ മതി. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ഇത് ഈ പിറുപിറുത്ത ജനമാണ് നോക്കെ ചെങ്കടലിന് മുമ്പിലും പിറുപിറുത്തത്. ബട്ട് they saw the miracle. അവർ അത്ഭുതം കണ്ടു, കർത്താവ് പ്രവർത്തിക്കുന്ന കണ്ടു. ഉണങ്ങിയ നിലത്തൂടെ അവർ ക്രോസ് ഓവർ ചെയ്യുന്നത്, അവർ ആ ചെങ്കടലിനെ അവർ കടന്നു വന്നവരാണ്. എന്നാൽ അടുത്തൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്തു? ദേ സ്റ്റാർട്ട് മർമറിങ്. അവർ പൊറുപൊറുക്കാൻ തുടങ്ങി. എന്ന് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വിഷയത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ പൊറുപൊറുക്കുക അല്ല ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക്, ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വചനം, ഞാൻ ലോക അവസാനത്തോളം, ഇന്ന് രാവിലെ എന്റെ ഉള്ളിലോട്ട് കർത്താവ് പ്രകാശിപ്പിച്ച വാക്ക് ഇതാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇത് മാറ്റരുത്. 15-ൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്ന് വായിക്കാവോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാനൊരു ദൈവമക്കളോട് പറയാം, കർത്താവിന്റെ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ ഒന്നിനും കുറവ് വരത്തില്ല. ആ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാം പക്ഷേ വായിച്ചു. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് ഒരു ചട്ടവും പ്രമാണവും അവർക്ക് കൊടുത്തു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിക്ക് വരുത്തിയ ബാധകളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. നോക്ക്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നാണ്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ വചനം, കർത്താവിന്റെ വാക്ക്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച പ്രമാണം, അത് അനുസരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പ്രമാണം അനുസരിക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണല്ലോ മനുഷ്യർ ശാപത്തിന്റെ കീഴിലായി. എന്നാൽ സ്വർഗം ചായിച്ച് ഒരാൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കർത്താവായ യേശു ക്രിസ്തു നോക്ക്, ജഡ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് കർത്താവ് കടന്നു വന്ന്, എനിക്കും നിങ്ങൾക്കും അനുസരിക്കാൻ മേലാഞ്ഞ സകലതും എന്റെ കർത്താവ് എന്ത് ചെയ്തു? എനിക്കും നിങ്ങൾക്കും ദൈവവചനം പറയാണ്, വിരോധവും പ്രതികൂലവുമായിരുന്ന മുഴുവൻ ചട്ടങ്ങളെയും നിയമങ്ങളെയും ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. പ്ലീസ് നോക്ക്, കർത്താവ് ഈ അക്കംപ്ലിഷ് ദ ലോ, ആ നിയമത്തെ എന്ത് ചെയ്തു? എന്റെ കർത്താവ് അനുസരിച്ചു. ആ ക്രൂശിൽ അതിനെ തറച്ചു, നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇന്ന് ഒരൊറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. നോക്ക്, അവശേഷിക്കുന്ന ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം.
കർത്താവ് ഇവിടെ നോക്ക, ജോൺ 14:15 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ അവന്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? നമ്മൾ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അവന്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? പ്രമാണിക്കും. എനിക്ക് ചിലതൊക്കെ അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എന്നെ പുറകോട്ട് വലിക്കുന്ന ചിലതുണ്ട്. അവിടെയാണ് എനിക്ക് സഹായകനായ പരിശുദ്ധാത്മാവ് അവിടെ കുടഞ്ഞ് എഴുന്നേറ്റ് അവിടെ എനിക്ക് ബലവും ശക്തിയും തന്ന് അവിടെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ ആ കർത്താവിന്റെ വചനം അനുസരിക്കുന്ന 15-ാം അധ്യായത്തിലോട്ട്, യോഹന്നാൻ 15 വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ വചനങ്ങളെ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. അതിന്റെ 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ച്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ അതിന്റെ 3 മുതൽ വായിച്ചു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തത് നമുക്ക് തന്നെ എന്തെങ്കിലും സാധിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. ആ കർത്താവിൽ ആശ്രയിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്റെ കർത്താവ് നോക്ക്, ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഹീസ് ക്യാരിയിങ് ഇൻ. ഈ ത്രൂ ഔട്ട് ബൈബിൾ വായിച്ചാൽ നിങ്ങൾ ആദ്യം മുതൽ അങ്ങ് ഉൽപ്പത്തി മുതൽ നിങ്ങൾ നോക്കിക്കോ, ഇസ്രായേൽ ജനത്തെ കർത്താവ് നടത്തിയത് നോക്കിക്കോ, പിന്നെ മുമ്പോട്ട് നിങ്ങൾ നോക്കിക്കോ, യേശുവിന്റെ കാലത്ത് നോക്കിക്കോ. അന്ന് കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ കർത്താവ് നിവർത്തിക്കുന്നത് കർത്താവ് കാണും. ഈ നമ്മള് ദൈവവചനത്തിൽ കാണുകയാണ്. ഇന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ കയറി എന്റെ കർത്താവ് ഇരുന്നു. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അതെല്ലാം തന്റെ കാൽക്കീഴിൽ കർത്താവ് എനിക്ക് വിരോധമായി നിന്ന് സകലതും തന്റെ കാൽക്കീഴിലാക്കി വെച്ച് നോക്ക്, സഭയ്ക്ക് കർത്താവ് എന്ത് കൊടുക്കുകയാണ്? സഭയ്ക്ക് കർത്താവ് അധികാരം കൊടുക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അധികാരം കൊടുക്കുകയാണ്. ആ വചനത്തിൽ ആശ്രയിക്കുന്നവര്, നിങ്ങൾ എന്നിലും, ദൈവവചനം പറയുകയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ആ കർത്താവിന്റെ വാക്കൊന്ന് അനുസരിച്ചാൽ മതി. അവിടെ ഇസ്രായേൽ ജനം അവര് പുറപുറുക്കുക ചെയ്തത്. അവര് ദൈവത്തിന് വിരോധമായി ഒരു വിഷയത്തിൽ നിന്ന് അവര് കർത്താവ് വരെ പുറത്തു കൊണ്ടുവരുന്ന, അവര് അത്ഭുതകരമായി കൊണ്ടുവരുന്ന അവർ കണ്ടതാണ്. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പം അത് മറന്നുപോയി. ഞാൻ ദൈവമക്കളോട് പറയാം, ഒരു വിഷയം കാണുമ്പം പണ്ട് നടത്തിയ കർത്താവിനെ മറക്കരുത്. നോക്ക്, ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഒരു ചെറിയ വിടുതലെങ്കിലും കർത്താവ് ജീവിതത്തിൽ നിന്ന് കർത്താവ്, ഇഫ് യു ഹാവ് എൻ എക്സ്പീരിയൻസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് ഒരു വിടുതലെങ്കിലും നിങ്ങളെ കേട്ടിട്ടുണ്ടോ? പിടിച്ചു കയറിക്കോണം. അതൊരു പിടിവള്ളിയാണ്. അത് പിടിച്ചങ്ങോട്ട് കയറിക്കോ, ജീവിതത്തിൽ ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ കർത്താവ് വിശ്വസ്തനാണ്. അവന്റെ വാക്ക് ഒരിക്കലും കർത്താവ് മാറത്തില്ല. അവിടെ ആ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതിന്റെ 25-ാം വാക്യമൊക്കെ വരുമ്പം അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. അപ്പം എന്നിട്ട് പറയും, മിസ്രയീമിന് വരുത്തിയ ഒരു ബാധയും ഞാൻ നിങ്ങൾക്ക് ഇനി വരുത്തത്തില്ല. അപ്പം മിസ്രയീമിന് എന്തുകൊണ്ടാണ് ബാധ വന്നത്? തന്റെ വചനത്തിന്, താൻ പറഞ്ഞിരിക്കുന്ന വാക്കിന് വിരോധമായി അവർ പ്രവർത്തിച്ചു. അവര് ദൈവത്തോട് അവർക്ക് പിറുപിറുപ്പുണ്ടായിരുന്നു. കർത്താവിന്റെ വാക്ക് അവർ അനുസരിച്ചില്ല. നോക്ക്, അവിടെ നമ്മൾ മുമ്പോട്ട് അവരുടെ യാത്ര മുമ്പോട്ട് വരുമ്പോൾ അവർ ഒത്തിരി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പല പ്രതികൂലങ്ങളും ഫേസ് ചെയ്ത് ഒരു ജനറേഷൻ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. കനാൻ ഉറ്റുനോക്കാൻ 12 പേരെ തെരഞ്ഞെടുത്ത് വിട്ടപ്പോൾ ആ 10 പേരും വന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്, നടക്കത്തില്ല. എന്നാൽ കാലേബും ജോഷുവയും 2 പേര് അവര് തിരിച്ച് മടങ്ങി വന്നിട്ട് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കൈവശമാക്കും. ഇന്നും ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഇഷ്യൂവിന്റെ അകത്ത്, ഡു യു ബിലീവ് ജീസസ് ക്യാൻ ബ്രിങ് യു ഔട്ട്? അതിന്റെ അകത്തുനിന്ന് എന്റെ കർത്താവിന് നിങ്ങളെ പുറത്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഞാൻ ജോഷുവയോട് പറയുമ്പോൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് വായിക്കോ ഷിന.
ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിന്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. കർത്താവ് തന്റെ വചനത്തിൽ ഞാൻ നിന്നെ സൗഖ്യം, നോക്ക്, കർത്താവ് അത് ക്യാരി ചെയ്യുന്നത് നമ്മൾ കാണുക, ആ ഹീലിംഗ് ക്യാരി ചെയ്യുന്ന കാണുക. എന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103 വരുമ്പോൾ അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. നോക്ക്, ആ മുഴുവൻ ആ സുവിശേഷങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും എവിടെ നോക്കിയാലും കാണാം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, കർത്താവ് ആ വാക്ക് പിന്നെയും പല രീതിയിൽ കർത്താവ് ആവർത്തിക്കുന്നതായിട്ട് കാണാം. കർത്താവ് ചേഞ്ച് ചെയ്യത്തില്ല കേട്ടോ. ആ ജോഷുവയെ വിളിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിന്റെ വായിൽ നിന്ന് എന്റെ വാക്ക്. ആ ജോഷുവ നോക്ക് വിശ്വസ്തനായിരുന്നു. നോക്ക്, ആ പറഞ്ഞ വാക്കിൽ ജോഷുവയ്ക്ക് ഒരു കാര്യം അറിയാം, തന്റെ കഴിവുകൊണ്ടോ തന്റെ മിടുക്കുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇസ്രായേൽ ജനത്തെ നടത്തിയ ഒരു കർത്താവുണ്ട്. മോശയുടെ കാലം കഴിഞ്ഞുപോയി, അഹരോൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു, അവിടെ മുമ്പിൽ നിന്ന ലീഡേഴ്സ് പലരും വീണുപോയി. എന്നാൽ വിശ്വസിച്ച ഒരു വ്യക്തി, ആ ശബ്ദം കേട്ടവൻ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് മാറത്തില്ല. ആ ശബ്ദം കേട്ട കർത്താവ് ജോഷുവയോട് പറയുകയാണ്, നിന്റെ നാവിൽ നിന്ന് ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ ധ്യാനിക്കണം? രാവും പകലും. നമ്മുടെ ഓരോ ബ്രത്തും, നമ്മുടെ ഓരോ ശ്വാസവും ആ കർത്താവ് പറഞ്ഞു, ഇല്ല എന്നെ കൈവിടത്തില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്നെ പിടിച്ചിരിക്കുന്ന ഒരു വചനമാണ്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. അത് രാവും പകലും ഏത് പ്രതിസന്ധിക്കകത്തും ദൈവമക്കളൊന്ന് പറഞ്ഞ്. അപ്പോൾ അതാ അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നമുക്ക് വിളിച്ചു പറയാം, ആകയാൽ കർത്താവ് എനിക്ക് തുണ എന്ന് ധൈര്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചു പറയാൻ തുടങ്ങണം. ഷൗട്ട് ഇറ്റ്. അത് പ്രൊക്ലെയിം ചെയ്തേ. അത് നിങ്ങളുടെ വാവുകൊണ്ട് ആ വായിൽ നിന്ന് അതൊന്ന് വെളിയിലോട്ടൊന്ന് വരട്ടെ. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം ആവർത്തിച്ച് പറയാം, നിങ്ങൾ എന്ത് സംസാരിക്കുന്നോ അത് ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ് ഇറ്റ്. അത് നിയമമായി മാറാൻ തുടങ്ങും. എന്ത് സംസാരിക്കുന്നോ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അത് കാണും. നിങ്ങൾ നെഗറ്റീവാണോ സംസാരിക്കുന്നത്, ആ നെഗറ്റീവ് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഇവിടെ ജോഷുവായിട്ട് പറയുകയാണ്, ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊള്ളണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. യു വിൽ ബി ഓൾവേസ് പ്രോസ്പറസ് ആൻഡ് സക്സസ്ഫുൾ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നൊക്കെയും സാധിക്കും. നിന്റെ കാല് ചവിട്ടുന്നിടം ഞാൻ അവകാശമായി തരും. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ആ കർത്താവാണ് പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ കൂടെ ഇരിക്കും. ആ ഒരു ഉറപ്പോടെ ഇന്ന് ഏത് വിഷയം നേരിടുന്നെങ്കിലും ആ ഉറപ്പും ധൈര്യത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഒന്നിരുന്നേ. യു വിൽ സീ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വഴികൾ, കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം. ഏത് വിഷയമാണെങ്കിലും മറക്കരുത്. ആ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴും അവർ മറന്നുപോയത്. 3-ാം പക്കം അവർ മറന്നുപോയി. 3-ാം പക്കം ആ മാറായുടെ മുമ്പിൽ വന്ന് നിന്നപ്പം അവർ മറന്നുപോയി. 3-ാം ദിവസം ഒരു കയ്പ് കണ്ടപ്പോൾ അവർ മറന്നുപോയി. ആ 3-ാമത്തെ ദിവസം ആ വെള്ളം പിറുപിറുക്കാൻ തുടങ്ങി. നോക്ക്, അവർ കണ്ടതാണ് അത്ഭുതം. അവർ ഉണങ്ങിയ ഭൂമി കണ്ടതാണ്. ഒരിക്കലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കടൽ പോലെ, ഒരു കടലിന്റെ അടിയിൽ ഉണങ്ങിയ നിലം എങ്ങനെ പ്രതീക്ഷിക്കാം? അവിടെ ചെളിയും നോക്ക്, ചെളിക്കൂമ്പാരം നിറഞ്ഞ ഒരു സ്ഥലമാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ when God provides something, കർത്താവ് ചില മേഖലകൾ തുറക്കുമ്പോൾ അതിന്റെ അകത്ത് you will see the mighty hand. അതിന്റെ അകത്ത് it will be always a miracle. എപ്പോഴും അത് ഒരു അത്ഭുതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും ഞാനോ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ വിശ്വസിച്ചോണ്ട് മുമ്പോട്ട് പോയി. യു വിൽ സീ ദ മൈറ്റി വേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അത്ഭുത വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണാം. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്ന് നോക്കാം, ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആണ് ഏതിന്റെ കീ. ആ കർത്താവിന്റെ വചനത്തിലുള്ള അനുസരണം. നമുക്ക് പലതും അനുസരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. ആൻഡ് ദ ഹെൽപ്പർ, അതിലൊന്ന് ആശ്രയിച്ച ഹെൽപ്പർ ഹോളി സ്പിരിറ്റില്
ഒന്ന് ആശ്രയിച്ചാൽ മതി. യു വിൽ സീ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ കാണാൻ തുടങ്ങും. സോ ലെറ്റ് us pray. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ദ ലോർഡ് ഇസ് ദേർ വിത്ത് യു. നിങ്ങളുടെ വീടിന്റെ അകത്തുണ്ട്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലുണ്ട്, നിങ്ങളുടെ ഓഫീസിന്റെ അകത്തുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഇന്ന് നേരിടുന്ന ആ വെല്ലുവിളികൾ എവിടെയാണോ അവിടെയുണ്ട്. ആ മാറാ കയ്പായിരുന്നപ്പോൾ പറയുകയാണ്, ദണ്ടെ അവിടെ നിൽക്കുന്ന ആ മരത്തിന്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലോട്ട്. ഗോഡ് ഹാസ് വേസ്. നിങ്ങൾ ഇന്ന് നേരിടുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന് ചില വഴികളുണ്ട്. നമ്മൾ തീർന്നെന്ന് വിചാരിച്ചാ നിൽക്കുന്നത്, തീർന്നില്ല. ആ തല ഉയർത്തിപ്പിടിച്ച് കർത്താവ് പ്രവർത്തി ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇതിന്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും, ഇതിന്റെ അകത്ത് കർത്താവിന് ചില വഴികളുണ്ട്, ഇതിന്റെ അകത്ത് യേശു എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്, യേശു ചില മേഖലകൾ എന്റെ ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നോ അത് നിങ്ങൾ കാണാനിടയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി കർത്താവേ. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്നൊരു വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ ആയിരിക്കാൻ, ആ ഉറപ്പിൽ, ആ ധൈര്യത്തിൽ എല്ലാ വിഷയങ്ങളും ആ കർത്താവിലേക്ക് അർപ്പിച്ച് ആ ഭാരങ്ങളെല്ലാം മാറി, നിരാശകളെല്ലാം മാറി ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഓരോ മക്കളെയും കർത്താവെ ലജ്ജിപ്പിക്കാതെ, തകർന്നു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവിക സമാധാനത്താൽ ഓരോ മക്കളും നിറയട്ടെ, കർത്താവിന്റെ മഹത്വത്താൽ നിറയട്ടെ, അസമാധാനങ്ങൾ ഭവനത്തിൽ നിന്നും മാറിപ്പോട്ടെ, എന്റെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ആ കേട്ട വാക്കുപോലെ മിസ്രൈമ്യർക്ക് വന്ന ഒരു ബാധയും നിനക്ക് വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ചില ട്യൂമറുകളൊക്കെ ഇപ്പോൾ തന്നെ ഉരുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില സർജറി പറഞ്ഞിരിക്കുന്നവർ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ആ ബന്ധനം അഴിയട്ടെ, ആ മുഴ അപ്രത്യക്ഷമാകട്ടെ, ആ തൈറോയിഡിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം തൊടുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, സ്കിൻ അലർജികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പനി യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കേരളം ഒരു എപ്പിഡമിക്കിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പനികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഡെങ്കു പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. എല്ലാവിധ ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, വീടുകൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ വഴികൾ ചിലരുടെ ജീവിതത്തിൽ തുറന്നു വരുന്നതിനായി സ്തോത്രം. ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ നിലത്തൂടെ നടത്തിയതുപോലെ ചില അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വരട്ടെ. ഇനി മുമ്പോട്ട് വഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് ചില അത്ഭുതകരമായ വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ ഞാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഉണങ്ങിയ ഒരു സാധ്യതയുമില്ലാത്ത ചില വിഷയങ്ങളുടെ വിടുതലുകൾ ഇപ്പോൾ തന്നെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, തടസ്സങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതമാകട്ടെ, എല്ലാ കയ്പും മധുരമേറിയതായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണം. നിന്റെ മക്കളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ബ്ലെസ്ഡ് ആകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സിലുള്ള ചില ഭാരങ്ങളിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ബിസിനസ്സുകൾ ബ്ലെസ്ഡ് ആകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നിങ്ങളെ കൈ ഉയർത്തി ഒന്ന് പിടിച്ച് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തെ, നിങ്ങൾ ചെയ്യുന്ന ദൈവവചനത്തിൽ പ്രോമിസ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഒക്കെയും സാധിക്കും. നിങ്ങളുടെ കൈ വെക്കുന്നത് അനുഗ്രഹിക്കപ്പെടും. വാക്കുണ്ടെങ്കിൽ ആ വാക്കിൽ കർത്താവ് വിശ്വസ്തനാണ്, ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ചെയ്യുന്നൊക്കെയും സാധിക്കുമെന്ന വചനം യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്യുകയാണ്. താങ്ക് യു മൈ ഫാദർ. താങ്ക് യു ഫാദർ. അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ചെയ്യുന്നൊക്കെയും സാധിക്കും. ഒരു വാഗ്ദത്തമാണ്.
അപ്പോൾ ആ വാഗ്ദത്തത്തിന്, ഈ വാഗ്ദത്തങ്ങൾക്ക് പലതും ഒരു കീയും കൂടിയുണ്ട്, അതിന്റെ പിന്നിൽ ഒരു കീയും കൂടിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നോക്ക്, അപ്പൊ അവിടെ അതാണ് അതിന്റെ കീ. അത് താഴോട്ട് വരുമ്പോൾ അതിന്റെ സങ്കീർത്തനം 1 ഞാൻ പറയുന്നത്. സങ്കീർത്തനം 1 അതിന്റെ 1 ഞാൻ പറഞ്ഞത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. അതിന്റെ 3-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നൊക്കെയും സാധിക്കും. 2-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കും. നോക്ക്, നിങ്ങൾ ചെയ്യുന്നൊക്കെയും സാധിക്കും. ഒറ്റ കാര്യമുള്ളത്, കീ ഈസ് ഒബേയിങ് ആൻഡ് ഒബീഡിയൻസ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ആ കർത്താവിന്റെ വചനം അനുസരിച്ച് അങ്ങ് നടന്നു, ഒന്നിനും കുറവ് വരത്തില്ല. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അത് നിങ്ങളെ എവരിത്തിങ് വിൽ ഫോളോ യു, എവരിത്തിങ് വിൽ അക്കമ്പനി യു ആൻഡ് യു വിൽ സീ ദ മൈറ്റി ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഏത് വിഷയത്തിലും കർത്താവിന്റെ കരം വ്യാപരിക്കുന്നത് നിങ്ങൾ കാണും. സോ ഗോഡ് ബ്ലെസ് യു, ഹാവ് എ വണ്ടർഫുൾ ഡേ. നോക്ക്, കർത്താവിന്റെ കരം കൂടെ തന്നെ ഉണ്ട്. ഒന്നിനും കുറവ് തല ഉയർത്തി പിടിച്ച് ഒന്ന് നോക്കിയാൽ മതി. ഹി വിൽ ബി ദർ ഫോർ യു, ഹി വിൽ ബി ഓൾവേസ് അവൈലബിൾ. എന്റെ കർത്താവ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ആ പത്മോസിൽ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതുപോലെ തീർന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ കർത്താവ് നിൽപ്പുണ്ട്. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ഫോർ മെനി പീപ്പിൾ. അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ സന്തോഷവും സമാധാനവും ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.